വൈക്കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് കൊല്ലങ്കോട് തന്നെയാണ്. ഇന്നലെ രാത്രി താമരപ്പാടത്ത് നിന്നുള്ള കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം വന്ന് താമസിച്ച ഹോട്ടലാണ് ഈ കാണുന്നത്. രാവിലെ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയതാണ്. പക്ഷെ മഴ കാരണം കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. ഇപ്പം മഴ ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ താമസിച്ച ഈ ഹോട്ടലിനോട് ചേർന്ന് ഇതിനടുത്ത് തന്നെയാണ് കുടിലിടം എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ഒരുപാട് വീഡിയോസിലും റീൽസിലും ഒക്കെ കണ്ടിട്ടുള്ള ആ സ്ഥലം ഉള്ളത്. രാവിലെ മുതലമട റെയിൽവേ സ്റ്റേഷൻ കാണാനായിട്ടാണ് ഇറങ്ങിയത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് കുടിലിടം എന്ന് പറയുന്ന സ്ഥലവും ഉള്ളത്. നമുക്ക് മുന്നിൽ ഈ കാണുന്നതാണ് കുടിലിടം, അങ്ങോട്ടേക്കുള്ള എൻട്രൻസ്. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പോയി അവിടെ ടിക്കറ്റ് എടുത്ത് വേണം അങ്ങോട്ടേക്ക് കയറാനായിട്ട്. 20 രൂപ ഇവിടെയും ടിക്കറ്റ് ചാർജ് ഉണ്ട്. പക്ഷേ ഞാനിവിടെ എത്തിയത് കുറച്ച് നേരത്തെ ആയിപ്പോയി. ഇവിടെ ആൾക്കാർ വന്ന് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും രാവിലെ 10 മണിയാകും. എന്നതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളിലേക്ക് കയറി കാഴ്ചകളൊന്നും കാണാനും കാണിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് പുറത്ത് ആ റോട്ടിൽ നിന്നുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കുടിലിടവും താമരപ്പാടവും രണ്ടും ഒരേ കൺസെപ്റ്റിൽ തന്നെയുള്ള രണ്ട് സ്പോട്ടുകളാണ്. പക്ഷേ എന്ന് പറഞ്ഞാലും താമരപ്പാടമാണ് എനിക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ളതായിട്ട് തോന്നിയത്. കാര്യം നെല്ലിയാമ്പതി മലനിരകളോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നതും താമരപ്പാടമാണ്. അവിടെ നിന്നുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും അതുമെല്ലാം വളരെ വ്യത്യസ്തമാണ്. എന്തായാലും ഇവിടെ നിന്ന് അധികം സമയം കളയുന്നില്ല, നേരെ പോകുന്നത് മുതലമടയ്ക്കാണ്. ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡെന്ന് പറയുന്നത് പൊള്ളാച്ചി കൊച്ചി ഹൈവേ ആണ്. ഇവിടെ നിന്ന് മുന്നോട്ട് പോയിട്ട് നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞാണ് മുതലമടയിലേക്ക് പോകുന്നത്. മുതലമടയിലേക്കുള്ള യാത്രയിൽ പലപ്പോഴും ഇടയ്ക്ക് മഴ ശക്തമായിട്ട് തന്നെ പെയ്യുന്നുണ്ട്. എന്നിരുന്നാലും പാലക്കാട് മഴയത്ത് കാണാനായിട്ട് വളരെയധികം ഭംഗിയാണ്. മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ചുറ്റും ഈ റോഡിന് ഇരുവശവും നമുക്ക് കാണാൻ പറ്റുന്നത്. കൊല്ലങ്കോട്ട് നിന്നും മുതലമടയ്ക്കുള്ള യാത്രയിൽ പലപ്പോഴും അതിശക്തമായ മഴയായിരുന്നു. എന്നിരുന്നാലും മഴയത്തുള്ള ആ ഒരു യാത്രയും തെങ്ങിൻ തോപ്പുകളും നെൽപ്പാടങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള ആ ഒരു യാത്ര മനസ്സിന് വളരെയധികം കുളിർമ നൽകുന്ന ഒരു യാത്ര തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ശരിക്കും നിങ്ങൾ പാലക്കാട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വന്നാലാണ് ആ ഒരു പ്രകൃതി രമണീയതയും ആ ഒരു ഭംഗിയും ആ ഒരു പച്ചപ്പും അതെല്ലാം നമുക്ക് ശരിക്കും ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ, ആ വെള്ളച്ചാട്ടങ്ങളും ഇതൊക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം. പാലക്കാടിന് എപ്പോഴും അതിൻ്റെതായ തനതായ ഭംഗിയുണ്ട്, അതില്ലെന്നല്ല പറയുന്നത്. പക്ഷെ ആ ഒരു ഫീലാണ് നമുക്ക് സെപ്റ്റംബറിലോ ഓഗസ്റ്റിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത്. പാലക്കാട് ഒരുപാട് ഉത്സവങ്ങളുടെയും നാടാണ്. ആ ഉത്സവങ്ങൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർ അതിൻ്റെതായിട്ടുള്ള ടൈമിന് വരണം. രഥോത്സവം പോലുള്ള പ്രധാനപ്പെട്ട ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് ഇത് കഴിഞ്ഞുള്ള മാസങ്ങളിലാണ്. ഇടയ്ക്ക് ഒരിടത്ത് വെച്ച് ഗൂഗിൾ മാപ്പ് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിച്ച് ഇവിടെ വഴിയിൽ ഒരു ചേട്ടനെ കണ്ട ആളോട് വഴി ചോദിച്ച് കറക്റ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ പോയത്. കൊല്ലങ്കോട്ട് നിന്നും മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം 13 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഏകദേശം 3/4 മണിക്കൂർ എടുത്താണ് ഇവിടേക്ക് എത്തിയത്. മുന്നിൽ ഈ കാണുന്നതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിലേക്ക് കയറി. പ്രകൃതി ഭംഗി കൊണ്ടും ഗ്രാമീണത കൊണ്ടും സഞ്ചാരികളുടെ ഇടയിൽ വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒരു സ്ഥലമാണ് പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള മുതലമട റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ നമ്മളോടൊരു കാര്യം പറയുന്നത് 5 മിനിറ്റിനുള്ളിൽ ഒരു ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ടെന്ന്. പെട്ടെന്ന് പോയി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്നും പറഞ്ഞിരുന്നു. ആ ട്രെയിനാണ് ഇപ്പോൾ ഈ പോകുന്നത്. പലപ്പോഴും ഇവിടെ വരുമ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ട്രെയിൻ കാണണമെന്നില്ല. വളരെ യാദൃശ്ചികമായിട്ടാണ് ഇന്ന് നമുക്ക് അങ്ങനെ ഒരു കാഴ്ച ഒത്തുകിട്ടിയത്. പലപ്പോഴും മണിക്കൂറുകളോളം ഇവിടെ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് ട്രെയിൻ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ അതിമനോഹരമായ ആദ്യത്തെ 10 റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. നിരവധി സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ പ്രകൃതി ഭംഗിയും ഗ്രാമീണതയും എല്ലാം ഒത്തുചേർന്ന് നൽകുന്ന ഒരു കാഴ്ച അത് ശരിക്കും അതിമനോഹരമായിട്ടുള്ളതാണ്.
ഇതൊക്കെയാണെങ്കിലും ഇന്ത്യയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലും ഇല്ലാത്ത മറ്റൊരു പ്രത്യേകത കൂടെ മുതലമട റെയിൽവേ സ്റ്റേഷനുണ്ട്. നമ്മളൊരു DSLR ക്യാമറ ഉപയോഗിച്ച് ഇതിനകത്ത് വീഡിയോസോ ഫോട്ടോസോ ആണെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ 3000 രൂപ മുൻകൂർ പണം അടച്ച് നമ്മൾ പെർമിഷൻ എടുത്തിരിക്കണമെന്നുള്ളതാണ്. മൊബൈൽ ക്യാമറ മാത്രമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫീസ് അടയ്ക്കാതെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പിടിച്ചുപറിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ DSLR ക്യാമറയുമായിട്ട് വരുന്നവരെല്ലാവരും സിനിമയും സീരിയലും ഷൂട്ട് ചെയ്യാൻ വരുന്നവരല്ല. സാധാരണക്കാരും ഇവിടെ DSLR ക്യാമറയുമായിട്ട് വന്നാൽ ഇവിടെ ഇത് തന്നെയാണ് അവസ്ഥ. കുറച്ചേറെ നേരം കൂടി അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അവിടെ നിന്ന് തിരികെ പോന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ചകൾക്കൊക്കെ ശേഷം നമ്മൾ നേരെ പോകുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ പല്ലശനയിൽ സ്ഥിതി ചെയ്യുന്ന വാമല അയ്യപ്പ ക്ഷേത്രം കാണാനായിട്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 26 കിലോമീറ്ററോളം ഉണ്ട് പല്ലശന വാമല അയ്യപ്പ ക്ഷേത്രത്തിലേക്ക്. രാവിലെ നമ്മൾ മുതലമടയിലേക്ക് പോകുമ്പോഴും തിരിച്ച് അവിടുന്ന് ഇറങ്ങുമ്പോഴും ഒക്കെ നല്ല മഴയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകാശം മൂടിയാണ് നിൽക്കുന്നതെങ്കിലും കുറച്ചു നേരമായിട്ട് മഴ പെയ്യുന്നില്ലെന്നുള്ളതാണ്. ഒരു പരിധിവരെ മഴ പെയ്യാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം നമ്മളിപ്പോൾ പോകുന്ന വാമല അയ്യപ്പ ക്ഷേത്രം ഇരിക്കുന്നത് ഒരു മലയുടെ മുകളിലാണ്. നമുക്ക് കുറച്ച് ദൂരം പാറപ്പുറത്തൂടെയൊക്കെ കയറി പോകാനായിട്ടുണ്ട് അങ്ങോട്ട്. ഏകദേശം നമ്മൾ അവിടത്തേക്ക് എത്താറായി. അങ്ങ് ദൂരെ ആ കാണുന്ന മലയുടെ മുകളിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ മലയുടെ ഏറ്റവും മുകളിലേക്കാണ് നമുക്ക് നടന്ന് കയറി പോകാനുള്ളത്. ഗൂഗിൾ മാപ്പിൽ കാണിച്ച സ്ഥലത്തേക്ക് നമ്മൾ എത്തി. പക്ഷേ ഈ പരിസരത്തെങ്ങും ഒരു സൈൻ ബോർഡോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ല. ഇവിടെ എങ്ങും ആരെയും കാണാനുമില്ല. എന്തായാലും നമ്മളിവിടെ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത്, ഒരു വീടിൻ്റെ മുന്നിലാണ്. എന്നാൽ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളങ്ങനെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് മുകളിലേക്ക് ഒറ്റയ്ക്ക് എങ്ങനെ പോകുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് സ്റ്റുഡൻസ് അവിടേക്ക് പോകാനായിട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ മുകളിലേക്ക് വഴിയായിട്ടൊന്നുമില്ല. നമ്മൾ ഒരു ചെറിയ പണ്ടെപ്പോഴോ ആൾക്കാർ നടന്നു പോയ ഒരു പാട് കാണാം. അതിലൂടെ വേണം നടന്ന് മുകളിലേക്ക് കയറാനായിട്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇവിടെ വർഷത്തിലൊരിക്കലാണ് നട തുറക്കുന്നത്. ആ നട തുറക്കുന്ന സമയത്ത് മാത്രമാണ് ഇവിടേക്ക് കൂടുതൽ ആളുകൾ വരുന്നത്. അതല്ലാത്ത സമയത്ത് വളരെ കുറച്ച് സഞ്ചാരികൾ മാത്രമാണ് വാമല അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതെന്നുള്ളതാണ്. ഞാനും ശരിക്കും ഈ ക്ഷേത്രം കാണാനായിട്ടല്ല ഇവിടേക്ക് എത്തിയത്. പല്ലാവൂർ വാമല ക്ഷേത്രം കാണാനായിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ അത് ഇവിടെ അല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ എടുത്ത സ്ഥലം മാറിപ്പോയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ ഈ ക്ഷേത്രം കയറി കണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ് മുകളിലേക്ക് കയറുന്നത്. Walk with Vaikes. Walk with Vaikes. Ama. Yes, we are in the Walk with Vaikes. Come on, guys. Swami, Sabarimala Temple. ശരിക്കും പറഞ്ഞാൽ മുകളിലേക്കുള്ള കയറ്റം അത്യാവശ്യം ബുദ്ധിമുട്ട് നിറഞ്ഞത് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴിയായിട്ടൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ മാത്രം പാറയെല്ലാം ഒന്ന് വെട്ടി ഇതാക്കി വെച്ചിട്ടുണ്ട് സ്റ്റെപ്പ് പോലെ. ബാക്കി എല്ലായിടത്തും നമ്മൾ അള്ളിപ്പിടിച്ചൊക്കെ തന്നെ കയറണം. മുകളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് തിരിച്ച് താഴേക്കുള്ള ഇറക്കം അത്യാവശ്യം ബുദ്ധിമുട്ട് നിറഞ്ഞത് തന്നെ ആയിരിക്കും. അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് മുകളിലേക്ക് കയറുന്നത്. പോരാത്തതിന് ചെറുതായിട്ട് മുന്നേ മഴ പെയ്തതുകൊണ്ട് ചെറിയ ഇഴുക്കലുണ്ട് അവിടെ ഇവിടെയല്ല. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം എടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് എത്തിയത്. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള യാത്ര തന്നെയാണ്. കഴിയുന്നതും സ്ത്രീകൾ, പ്രത്യേകിച്ച് പ്രായമായവർ തന്നെയല്ല, സാരിയും അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉടുത്തുണ്ട് ഇതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റത്തില്ല. ഇവിടെ നട തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേക സജ്ജീകരണങ്ങൾ ഉണ്ടോ എന്നറിയില്ല ഇതിന്റെ മുകളിലേക്ക് കയറി വരാനായിട്ട്. നോർമലായിട്ടുള്ള സമയങ്ങളിൽ സ്ത്രീകൾ സാരി പോലുള്ള വസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ട് പ്രായമായവർ ഇതിന് മുകളിലേക്ക് കയറാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് മുന്നിൽ ഈ കാണുന്നതാണ് പല്ലശന വാമല അയ്യപ്പ ക്ഷേത്രം. വർഷത്തിലൊരിക്കൽ തുലാമാസത്തിലെ അമാവാസി ദിവസമായ ദീപാവലിക്ക് മാത്രമാണ് ഇവിടെ നട തുറക്കുന്നത്. അന്ന് ഇവിടെ നടക്കുന്ന ആചാരത്തിനാണ് വാമല കയറ്റം എന്ന് പറയുന്നത്. മീൻകുളത്തിക്കാവിൽ നിന്നും അയ്യപ്പനെ പല്ലക്കിലിരുത്തി വാമല കയറുന്നതാണ് ആ ചടങ്ങ്. ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അയ്യപ്പനെ തിരികെ പല്ലക്കിലിരുത്തി മീൻകുളത്തിക്കാവിലേക്ക് എത്തിക്കുന്നതോടെയാണ് വാമല കയറ്റത്തിന്റെ കംപ്ലീറ്റ് ചടങ്ങുകൾ അവസാനിക്കുന്നത്. വാമല അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ പല്ലശനയിലാണെങ്കിൽ തന്നെയും അതിന്റെ ഒരു നിർമ്മാണ രീതിയും അതിന്റെ ഒരു പെയിന്റിങ്ങും ഇതൊക്കെ കൊണ്ട് നമുക്ക് ഒരു തമിഴ് ശൈലിയിലാണ് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നത്.
പാറപ്പുറത്തുകൂടി ഇരുന്ന് നിരങ്ങിയൊക്കെ ഒരു വിധത്തിലാണ് നമ്മൾ മുകളിലേക്ക് എത്തിയത്. പക്ഷെ മുകളിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ടല്ലോ, നമ്മൾ ഈ കഷ്ടപ്പെട്ട് വന്നതിന് ഒരു വെർത്താണെന്ന് തന്നെ നമുക്ക് തോന്നും. അത്രയ്ക്കും അതിമനോഹരമാണ് ഇവിടെ വന്ന് ഇതിന്റെ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ കാണുന്ന കാഴ്ചകൾ. ഇവിടെ ഈ കാണുന്ന അമ്പലവും അതിന് ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ വേറൊരു ഫീലാണ് നമുക്ക് തരുന്നത്. ഈ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന നെല്ലിയാമ്പതി മലനിരകളും അതുപോലെ തന്നെ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും ഒക്കെ കൂടെ ചേർന്ന് നമുക്ക് തരുന്ന ഒരു കാഴ്ചയുടെ വിരുന്ന് അതിമനോഹരമാണത്. നിങ്ങളും പാലക്കാട് വരുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല്ലാവൂർ വാമല ക്ഷേത്രമുണ്ട്, അത് കൂടാണ്ട് പല്ലശന വാമല ക്ഷേത്രമുണ്ട്. അതിൽ തന്നെ പല്ലാവൂർ വാമല മുരുകൻ ക്ഷേത്രമാണ് കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ളത് സഞ്ചാരികളുടെ ഇടയിൽ. ഒരുപാട് സിനിമകൾക്കൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ശരിക്കും നമ്മൾ അതാണെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചും അതുപോലെ തന്നെ ഇരുന്നും നിരങ്ങിയും ഒക്കെ താഴേക്ക് ഇറങ്ങി വന്നു. നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്തിരുന്നടുത്ത് വന്ന് വണ്ടി എടുത്ത് ഇനി നമ്മൾ പോകുന്നത് പല്ലാവൂർ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രം കാണാനായിട്ടാണ്. ശരിക്കും അതായിരുന്നു നമുക്ക് പോകേണ്ടിയിരുന്ന സ്ഥലം. നമ്മൾ ഗൂഗിൾ മാപ്പിൽ പേര് മാറ്റി സെലക്ട് ചെയ്തത് കൊണ്ടാണ് ഇവിടേക്ക് എത്തിയത്. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും അതിനെ കീറി മുറിച്ച് നടുവിലൂടെ പോകുന്ന റോഡും ഒക്കെ നമുക്ക് മനസ്സിന് വളരെയധികം കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും ആ ക്ഷേത്രത്തിന്റെ പേരെന്ന് പറയുന്നത് കരകോട്ട് വാമല ബാലദണ്ഡായുധപാണി ക്ഷേത്രം എന്നാണ്. കരകോട്ട് വാമല എന്നുള്ളത് പറയാനുള്ള എളുപ്പത്തിന് കരകോട്ട് മാറി വാമല എന്ന് മാത്രമായി. എനിക്ക് മുന്നിൽ ഈ കാണുന്നതാണ് പല്ലാവൂർ ജംഗ്ഷൻ. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നിലേക്ക് പോയിട്ട് ഇടത്തേക്ക് തിരിഞ്ഞു വേണം നമ്മൾ പല്ലാവൂർ വാമല ക്ഷേത്രം കാണാനായിട്ട് പോകാനായിട്ട്. കുറച്ചു ദൂരം മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വഴി ചുരുങ്ങി തീരെ ചെറുതാകും. ഒരു കഷ്ടി ഒരു വണ്ടിക്ക് പോകാനുള്ളൊരു ഗ്യാപ്പേ ഉള്ളൂ. നമുക്ക് മുന്നിൽ ഈ കാണുന്നതാണ് പല്ലാവൂർ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ കാർ പാർക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ കാർ പാർക്കിംഗ് എന്ന് പറയാനായിട്ട് അങ്ങനെ വലിയൊരു പാർക്കിംഗ് ഒന്നുമില്ല. തിരക്ക് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ വണ്ടി ഇടാൻ ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ കുറച്ച് പാറപ്പുറത്തേക്ക് കയറ്റിയാണ് വണ്ടി നിർത്തിയത്. ഞാനിവിടേക്ക് വരുമ്പോഴത്തേക്ക് അത്ര തിരക്കൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇട ദിവസമായതുകൊണ്ടായിരിക്കാം, വീക്കെൻഡിലൊക്കെ അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു ഉച്ച സമയത്തേക്കാണ് ഞാനിവിടെ എത്തിയത്, അതുകൊണ്ട് തന്നെ ആയിരിക്കണം സാധാരണക്കാരുടെ തിരക്കും ഇവിടെ തീരെ ഇല്ലെന്നുള്ളതാണ്. ഇവിടെയും ഈ കാണുന്ന പാറപ്പുറത്തുകൂടി കുറച്ച് കയറിയാൽ മാത്രമാണ് നമുക്ക് ഈ പല്ലാവൂർ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് എത്താൻ പറ്റുന്നത്. താഴെ റോഡിൽ നിന്നും ചെറിയൊരു കയറ്റം കയറി വേണം മുകളിൽ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്താനായിട്ട്. എന്നിരുന്നാലും പല്ലശന വാമല ക്ഷേത്രത്തിൽ കയറി അത്രയും വലിയ കയറ്റമൊന്നുമില്ല. തന്നെയുമല്ല, ഇവിടെ കല്ലുകൾ വെട്ടി ഇങ്ങനെ പടവുകളാക്കി ഇട്ടിട്ടുണ്ട് കുറേ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മുകളിലേക്ക് കയറി പോകാൻ പറ്റുമെന്നുള്ളതാണ്. കൂടാതെ പാറപ്പുറത്ത് പലയിടത്തും ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുവഴിയാണ് മുകളിലേക്ക് കയറേണ്ടതെന്ന്. ആ പടവുകളൊക്കെ കയറി മുകളിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രെയിം അതിമനോഹരമായ ഒരു കാഴ്ചയുടെ വിരുന്നാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പൂത്തു നിൽക്കുന്ന പാലമരത്തിന് പുറകിലായിട്ട് ഒരു ചെറിയ ക്ഷേത്രം. ചെറിയ ക്ഷേത്രമാണെങ്കിലും അത് നിൽക്കുന്ന സ്ഥലവും അതിന് ചുറ്റുമുള്ള കാഴ്ചകളും ഒക്കെ കൂടെ ചേർന്ന് നൽകുന്ന കാഴ്ചയുടെ വിരുന്ന് അത് വളരെയധികം വലുത് തന്നെയാണ്. മഞ്ഞയും വെള്ളയും തവിട്ടും കളറിലുള്ള ചുമരുകൾ ശരിക്കും പറഞ്ഞ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്.
ഇവിടുത്തെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് ഈ പാറപ്പുറത്ത് തന്നെ കാണുന്ന ഹനുമാന്റെ കാൽപാദം പതിഞ്ഞതെന്ന് കരുതപ്പെടുന്ന ഈ ഒരു സ്ഥലമാണ്. മൃതസഞ്ജീവിനിയുമായി പോയ ഹനുമാന്റെ കാൽപാദം ഇവിടെ പതിഞ്ഞു എന്നാണ് ഐതിഹ്യം. ഏകദേശം 250 വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ ക്ഷേത്രപ്രതിഷ്ഠ നടന്നത്. മുരുകനും അയ്യപ്പനും ഇടുമ്പനും ദേവിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. രാവിലെ 5 മണി തൊട്ട് 7 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയാണ് ഇവിടെ നട തുറക്കുന്നത്. ആ സമയത്ത് ഇവിടെ അത്യാവശ്യം തിരക്കും ഉണ്ടാകാറുണ്ട്. നിരവധി മലയാളം തമിഴ് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. അതിനൊരു കാരണമെന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഭംഗി തന്നെയാണ്. ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലവും ആ ചുറ്റുപാടുള്ള കാഴ്ചകളും ഒക്കെ കൂടെ ചേർന്നിട്ട് വേറെ ഏതോ ഒരു സ്ഥലത്ത് വന്നൊരു ഫീലാണ് നമുക്ക് തരുന്നത്. കുറച്ചേറെ നേരം അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ആ സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി സമയം ഏകദേശം ഉച്ചയായി. നേരെ അയ്യപ്പേട്ടന്റെ കടയിൽ പോയി ഊണ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. പല്ലാവൂരിന്ന് അത്യാവശ്യം ദൂരമുണ്ട് അയ്യപ്പേട്ടന്റെ കടയിലേക്ക്. നമ്മൾ അവിടെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. ഏകദേശം ഒരു 10-20 മിനിറ്റ് അവിടെ ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് ടോക്കൺ എടുത്ത് അകത്ത് കയറാൻ പറ്റിയത് തന്നെ. പലർക്കും അറിയാൻ പറ്റും അയ്യപ്പേട്ടൻ്റെ കടയെക്കുറിച്ച്. ഒരുപാട് വർഷങ്ങളായിട്ട് അയ്യപ്പേട്ടൻ്റെ ഈ ഹോട്ടൽ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും 2022 വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം എന്ന പടത്തിലൂടെയാണ് ഈ കടയും ഇവിടുത്തെ ഊണും സഞ്ചാരികളുടെ ഇടയിൽ വളരെ പ്രിയപ്പെട്ടതാകുന്നത്. അയ്യപ്പേട്ടൻ്റെ കടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇനി പാലക്കാടിൻ്റെ മറ്റു കുറേ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പാലക്കാടിൻ്റെ അതിമനോഹരമായ ആ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.